വിലക്കപ്പെട്ട പ്രണയം ഭാഗം 71. അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. സാധാരണ പോലെ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം. ഇടയ്ക്ക് ഋഷിയെയും ലതയെയും ഒക്കെ കാണാൻ വേണ്ടി ആമി അങ്ങോട്ട് പോകും. ഇടയ്ക്ക് അവളെ കാണാൻ അവരിങ്ങോട്ടും വരും. അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് അതല്ലാതെ പുറത്തേക്കൊരു യാത്ര രണ്ടുപേർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് 1-2 ദിവസം ഫ്ലാറ്റിൽ പോയി നിൽക്കണം എന്നൊക്കെ രണ്ടുപേരും പറഞ്ഞു തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ എബിയുടെ തിരക്ക് കാരണം അതും നടന്നിട്ടില്ല. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം എബി വന്നപ്പോൾ അവൻ നല്ല രീതിയിൽ സന്തോഷത്തിലായിരുന്നു. രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എബി ആദ്യം തന്നെ കട്ടിലിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം പിന്നാലെ ആമിയോ അങ്ങോട്ടേക്കെത്തി. കുളിച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നതും അവൻ ആമിയെ കയ്യിൽ പിടിച്ചു വലിച്ച് നേരെ കട്ടിലിലേക്കിട്ടു. എന്താ ഇച്ചായ? ആമി പേടിച്ചു പോയത് കൊണ്ട് തന്നെ അവനെ കൂർപ്പിച്ചു നോക്കി. ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ? നമുക്കൊരു ട്രിപ്പ് പോകാം. എവിടെ? ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം ദൂരമുണ്ട്. ട്രിപ്പാണെന്ന് തീർത്ത് പറയാനാവില്ല. ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോവാണ്, എങ്കിലും നമുക്കതൊരു ട്രിപ്പാക്കി എടുക്കാം. അത് പറയുമ്പോൾ തന്നെ അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആകാംക്ഷയും സന്തോഷവും ഉള്ളതുപോലെ തോന്നി ആമിക്ക്. എങ്ങോട്ടാണെന്ന് പറയ്. ആമി തൻ്റെ വയറിൽ തലവെച്ച് കിടക്കുന്ന അവൻ്റെ മുടിയിൽ പതിയെ പിടിച്ചൊന്ന് വലിച്ചുകൊണ്ട് ചോദിച്ചു. കുമിളി. അത് കേട്ടപ്പോൾ തന്നെ ആമിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു പോയിരുന്നു. എന്നാ പോകുന്നത്? എപ്പോൾ വേണേലും പോവാം. അവിടെ നിന്ന് കുറച്ച് സ്പൈസസ് കളക്ട് ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോകുന്നത്. പിന്നെ ഈ സമയത്ത് അവിടെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഇതൊരു ചെറിയ ഹണിമൂൺ ട്രിപ്പ് ആക്കാമെന്ന്. ആമി അവൻ പറയുന്നതെല്ലാം തലയാട്ടി സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ആ സമയം കൊണ്ട് തന്നെ കുമിളിയിൽ പോകുന്നതിനുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് വീക്ക് പോകാം. അതിനു മുൻപ് നമുക്കൊന്ന് എറണാകുളം വരെ പോകണം. കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് വേണം പോകാൻ. ആമി അതും തലയാട്ടി സമ്മതിച്ചു. ആമി നല്ല ഉത്സാഹത്തിൽ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ടും അവളെക്കൊണ്ട് ഒരിടത്തേക്കും പോകാത്തത് കൊണ്ട് മുത്തശ്ശിയാണെങ്കിലും ഇടയ്ക്ക് അവളെക്കൊണ്ട് എവിടെയെങ്കിലും പോയിക്കൂടെ എന്ന് എബിയോട് ചോദിക്കാറുള്ളതാണ്. അവൻ്റെ തിരക്ക് കാരണം അവനതിന് പറ്റാറില്ല. ഇക്കാര്യം പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും 100 വട്ടം സമ്മതം തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ തിങ്കളാഴ്ച രണ്ടുപേരും കൂടി എറണാകുളത്തേക്ക് തിരിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് ഫ്ലാറ്റിലേക്ക് പോയിട്ടില്ല. അവിടെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരിട്ട് കുമിളിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ രണ്ടുപേരും എറണാകുളത്തേക്ക് ഇറങ്ങി. ഫ്ലാറ്റിലേക്ക് കയറുന്നതിന് മുൻപ് ആദ്യം വടശ്ശേരിയിൽ പോയി ഋഷിയെയും ലതാമ്മയെയും ഒക്കെ കണ്ടിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലാറ്റിലേക്ക് വന്നത്. ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ തന്നെ ഫ്ലാറ്റൊക്കെ ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കുന്ന ആളുകളെ വിളിച്ച് പറഞ്ഞിരുന്നു. ഫ്ലാറ്റ് തുറന്ന് അകത്തേക്ക് കയറി. അകത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉള്ളതുപോലെയൊക്കെ തോന്നി ആമിക്ക്. ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി. മുൻപ് അവനും പപ്പയും മമ്മിയും മുത്തശ്ശിയും മാത്രം ഉണ്ടായിരുന്ന ഫോട്ടോകൾ ഉണ്ടായിരുന്നിടത്ത് തൻ്റെ കൂടെ നിൽക്കുന്ന 3-4 ഫോട്ടോ ഫ്രെയിം കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ അത് കണ്ടതും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ മുറി ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ടില്ല. നമുക്കെന്തായാലും ഈ മുറി യൂസാക്കാം. അടഞ്ഞു കിടക്കുന്ന ഒരു മുറി ആമി തുറക്കാൻ പോയതും എബി അതിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് മറുവശത്തുള്ള മുറി തുറന്ന് ആദ്യം തന്നെ അവൾ പോയൊന്ന് കുളിച്ചു. രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാൽക്കണിയിൽ നിൽക്കുകയാണ്. ആമിയെ പിന്നിലൂടെ പുണർന്നു നിൽക്കുകയാണ് എബി. അവൻ്റെ നനഞ്ഞ മുടിയുടെ ഇഴകളിൽ നിന്ന് വെള്ളം അവളുടെ ദേഹത്തേക്ക് ഇറ്റിട്ട് വീഴുന്നുണ്ട്. കായലിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ അതിനിടയിൽ എബിയുടെ ചുണ്ടുകൾ പ്രണയത്തോടെ അവളുടെ കവിളിലും കഴുത്തിലും നെറ്റിയിലുമൊക്കെ അമരുന്നുണ്ട്. കുറച്ചു സമയമായി ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ നിർത്താനുള്ള ഭാവമില്ല എന്ന് കണ്ടതും ആമി അവൻ്റെ നേരെ തിരിഞ്ഞു. കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. പുരിക ഉയർത്തി എന്താ ഉദ്ദേശം എന്ന രീതിയിൽ അവനെ നോക്കി. അതിന് ഒരു ഉത്തരം കൊടുക്കാൻ അവന് പറ്റിയില്ല. കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ചിരിക്കുന്ന അവളുടെ ഒരു കൈയെടുത്ത് അവൻ അവൻ്റെ കവിളിലേക്ക് ചേർത്ത് വെച്ചു. അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അമർന്നിരുന്നു. ഒരുതരം നിർവൃതിയോടെ അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പോയി. ആത്മാവിനെ പകുത്തെടുക്കുന്നത് പോലെ രണ്ടുപേരും പരസ്പരം ചുംബിച്ചു. മതി വരാത്തതുപോലെ രണ്ടുപേരും ഒരുപോലെ വീണ്ടും വീണ്ടും ചുംബിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ തോന്നി. ഇടയ്ക്ക് ചുംബനം ഒന്ന് നിർത്തി തനിക്ക് ശ്വാസമെടുക്കാൻ ഒരൽപ്പം സമയം തന്ന് വീണ്ടും തൻ്റെ ചുണ്ടുകളിലേക്ക് ചേക്കേറുന്നവനെ അവൾക്ക് തടയാൻ തോന്നിയില്ല. ഒടുവിൽ അവൾ തളർന്നു എന്ന് തോന്നിയതും അടുത്ത നിമിഷം അവൻ അവളെ ഒരു കൈകൊണ്ട് എടുത്തുയർത്തി ബാൽക്കണിയിലേക്കുള്ള ഡോറടച്ച് അകത്തേക്ക് കയറിയിരുന്നു. അവൻ നൽകിയ ചുംബനത്തിൽ തളർന്ന് അവൻ്റെ കൈകളിലിരിക്കുമ്പോഴും ആമി അന്നേരവും കിതപ്പടക്കാൻ പാടുപെടുകയായിരുന്നു. അവൻ അവളെ താഴ്ത്തു നിർത്തിയപ്പോഴാണ് ആമി കണ്ണു തുറന്നു നോക്കിയത്. മുന്നിലേക്ക് നോക്കിയ ആമിയുടെ കണ്ണുകൾ വിടർന്നു പോയി. അവൻ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അടച്ചിട്ടിരുന്ന മുറിയിലേക്കാണ് അവളെ കൊണ്ടുവന്നിരുന്നത്. ആമി അവനിൽ നിന്നും വിട്ടുമാറി മുറി മുഴുവൻ നോക്കി.
കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ മുകളിലായി താനും അവനും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വേഷമാണ്. അവൻ തന്നെ ചുംബിക്കുമ്പോൾ കണ്ണുകളടച്ച് ആ ചുംബനം സ്വീകരിക്കുന്ന താൻ. അത് കണ്ടപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഈ ഫോട്ടോ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് താൻ അവനോട് പറഞ്ഞത് ആമി ഓർത്തിരുന്നു. അതിനരികിലായി തന്നെ ചെറിയ ചെറിയ ഒരുപാട് ഒരുമിച്ചുള്ള ഫോട്ടോ ഫ്രെയിമുകൾ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആമി ഓരോ ഫോട്ടോകളും സൂക്ഷ്മമായി നോക്കി. അതിലൊക്കെ തൊട്ടു നോക്കി. ഇഷ്ടായോ? പെട്ടെന്ന് പിന്നിൽ നിന്ന് എബി അവളെ പുണർന്നുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ആമി മറുപടിയൊന്നും പറഞ്ഞില്ല. അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ഇച്ചായ, എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. ആമി അവന് നേരെ തിരിഞ്ഞു നിന്ന് അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ആ കൈ പിടിച്ച് കൈവെള്ളയിൽ അമർത്തി ഒന്ന് ചുംബിച്ചു. ഒന്നും പറയാതെ എബി അവളെ പൊക്കിയെടുത്ത് കട്ടിലിലേക്ക് കിടത്തി. മുറിയിൽ നേരിയ ഡിം ലൈറ്റ് മാത്രം ഓണാക്കി. ഇച്ചായ. അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്ന ഭാവം കണ്ടതും ആമി അവനെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചുപോയി. വിളിക്കല്ലേ അങ്ങനെ, ഇറ്റ്സ് ടെംപ്റ്റിംഗ് യു നോ. എബി അവളുടെ അരികിലേക്ക് ചേർന്ന് കിടന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ആഗ്രഹിക്കുന്നില്ലേ ഇപ്പോൾ? ബാക്കി പറയുന്നതിന് മുന്നേ തന്നെ ആമി അവൻ്റെ വായടച്ചു പിടിച്ചു. എനിക്ക് നിൻ്റേതാവാൻ തോന്നുന്നുണ്ട്. നിന്നെ സ്നേഹിക്കാൻ, നീ എന്നെ സ്നേഹിക്കാൻ, അങ്ങനെ. ആമി പറഞ്ഞതും എബി അവൾക്ക് മുകളിലേക്ക് ഒന്ന് ഉയർന്നു വന്നു. അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾ, പിടയ്ക്കുന്ന കണ്ണ്, ചുവന്ന മുഖം. അവൻ അവളുടെ കൈ അവൻ്റേതുമായിട്ട് കോർത്തു പിടിച്ചു. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ചപ്പോൾ അവളുടെ കൈപ്പിടി തൻ്റെ കയ്യിൽ മുറുകുന്നത് എബി അറിഞ്ഞിരുന്നു. ചുംബനം ചുണ്ടുകളും കഴുത്തും കടന്ന് താഴേക്കിറങ്ങാൻ തുടങ്ങിയിരുന്നു. ആമി ശക്തമായി തന്നെ കിതക്കാൻ തുടങ്ങിയിരുന്നു. അവൻ തന്നിൽ നിന്ന് അകന്നു മാറിയതറിഞ്ഞതും ആമി കണ്ണു തുറന്ന് വിവശയായെന്ന പോലെ അവനെ ഒന്ന് നോക്കി. കണ്ണു തുറന്ന് നോക്കാനുള്ള ആ ഒരു ഞൊടിയിൽ അവൻ തൻ്റെ ഷർട്ട് ഊരി മാറ്റി അവളിലേക്ക് വീണ്ടും വന്നമർന്നിരുന്നു. ഇച്ചായ എന്നുള്ള അവളുടെ വിളി അവൻ്റെ കാതുകളിൽ വന്ന് പതിച്ചുകൊണ്ടിരുന്നു. തളർന്നു വീണു പോകുന്ന അവളുടെ കൈകളെ അവൻ വീണ്ടും തൻ്റെ ദേഹത്തേക്ക് ചേർത്തടുപ്പിച്ചു. ഉടയാടകൾ രണ്ടുപേരിൽ നിന്നും എപ്പോഴോ അഴിഞ്ഞു നീങ്ങി. ഒടുവിൽ പ്രണയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ എബി അവളിലേക്ക് പ്രവേശിച്ചിരുന്നു. ഒരേങ്ങലോടെ അവൻ്റെ പുറത്ത് അവൾ അമർത്തിപ്പിടിച്ചു. ശിവ എന്നുള്ള അവൻ്റെ വിളി അവളുടെ ചെവികളിൽ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെ പ്രണയം മുഴുവൻ അവളിലേക്ക് ഒഴുകിയെത്തി കഴിഞ്ഞപ്പോഴേക്കും ആമി നന്നേ തളർന്നു പോയിരുന്നു. കിതപ്പോടെ എബി അവളുടെ നഗ്നമായ മാറിലേക്ക് തളർന്നു വീണു. അവളുടെ കരങ്ങൾ അവനെ ചേർത്ത് പിടിച്ചു. നഗ്നമായ രണ്ട് ശരീരങ്ങൾ വിയർത്തൊട്ടി അങ്ങനെ ഒരു പുതപ്പിൻ കീഴിൽ കിടന്നു. കൈയെത്തിച്ച് എബി AC കൂട്ടിയിട്ടു. കുറച്ചു സമയം അങ്ങനെ തന്നെ കിടന്നു. ഉറക്കം വരുന്നില്ല, പക്ഷേ സംസാരിക്കാനും ആവുന്നില്ല. കിതപ്പൊന്നടങ്ങിയതും എബി അവളുടെ നഗ്നമായ വയറിലൂടെ ഒന്ന് വിരലോടിച്ചു. ഇച്ചായ. അവളുടെ വിറയലോടെയുള്ള ശബ്ദം. ഡോണ്ട് യു ഡെയർ. ഈ വിറയലും വിക്കലും ഒക്കെ നിർത്തിക്കോ. ഇനി അങ്ങോട്ട് എനിക്ക് എന്ത് വേണേലും ആവാം. ഇത് മുഴുവൻ എൻ്റെ സ്വന്താ. കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് എബി അവളുടെ വയറിൽ നിന്ന് കഴുത്ത് വരെ മുഖം ഇഴച്ചുകൊണ്ടുവന്നു. ഇച്ചായ. ആമി ഒന്ന് കുറുകിപ്പോയി. ഈ മുറിയൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തതാണ്. ഫോർ യു ആൻഡ് ഫോർ അവർ സ്പെഷ്യൽ ഡേ. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം. അത് ഇവിടെ ഈ മുറിയിൽ നിന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നിനക്കും അതായിരുന്നില്ലേ ഇഷ്ടം? അവൻ മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി. പുഞ്ചിരിയോടെ തന്നെ അവൻ്റെ ചോദ്യത്തിന് ആമി തലയാട്ടി. എന്നിട്ട് ഈ കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോടി കള്ളിപ്പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തി. ഇക്കിളി കൊണ്ട് ആമി കുണുങ്ങി ചിരിച്ചു. അവളുടെ വിളി, കുസൃതിയോടെയുള്ള സംസാരം, ചുവന്നുപോയ മുഖം, കഴുത്തിലും മാറിലും ഒക്കെ കാണുന്ന ചുവന്ന പാടുകൾ. എബിയുടെ മുഖഭാവം ഞൊടിയിടയിൽ മാറി. അത് മനസ്സിലായതുപോലെ ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി, പിടച്ചിലോടെ. ചോദ്യമില്ല, സംസാരമില്ല, അനുവാദമില്ല. വീണ്ടും അവൻ അവളിലേക്ക് ഒരു കൊടുങ്കാറ്റായും ചാറ്റൽ മഴയായും ഒക്കെ അലിഞ്ഞിറങ്ങി. കിതപ്പും നിശ്വാസങ്ങളും ശീൽക്കാരങ്ങളും ആ മുറിയിൽ തിങ്ങി നിറഞ്ഞു. ഒരു മുറിയിൽ ഒരു പുതപ്പിൻ കീഴിൽ പ്രണയച്ചൂടിൽ മുങ്ങി നിവർന്ന് അങ്ങനെ രണ്ടുപേര്. കുഞ്ഞാ. തൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിച്ചേർന്ന് കിടക്കുന്ന ആമിയെ എബി മെല്ലെ വിളിച്ചു. രാത്രി മുഴുവനുള്ള പ്രണയാലസ്യത്തിൽ ആകെ തളർന്നു കിടക്കുകയാണവൾ. വെളുപ്പിനെപ്പോഴോ ആണ് രണ്ടുപേരും ഉറങ്ങിയത്. അതുകൊണ്ട് ഉണരാൻ വൈകി. സമയം ഇപ്പോൾ ഉച്ചകഴിഞ്ഞ് 3 മണിയായിട്ടുണ്ട്. എബിയാണ് ഉണർന്നത്. ഇന്ന് രാവിലെ തന്നെ കുമിളിക്ക് പോകണം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. എബി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് വീണ്ടും അവളെ വിളിച്ചു. കുഞ്ഞാ, നമുക്ക് പോണ്ടേ? അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്തൊന്ന് ഇറുക്കി. രണ്ടുപേരും നഗ്നരാണ്. എങ്കിലും ആ സമയം അവൻ്റെ ഉള്ളിൽ അങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. തൻ്റെ നെഞ്ചിൽ വാടി തളർന്നതുപോലെ കിടന്നുറങ്ങുന്ന അവളോട് അവന് വാത്സല്യം തോന്നിപ്പോയി. ശിവ. എബി അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തി വിളിച്ചു. ആമി ഒന്ന് കുറുകി. അവൻ്റെ ചുണ്ടുകൾ നെറുകയിലമരുന്ന ചൂടിൽ ആമി പതിയെ ഒന്ന് കണ്ണുകൾ തുറന്നു.
ആദ്യം നോട്ടം പോയത് അവൻ്റെ നേർക്ക് തന്നെയായിരുന്നു. ആമി മുന്നിൽ അവനെ കണ്ടതും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എബി അവളെ നോക്കിയും ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ അവൻ്റെ ചുണ്ടിൽ കള്ളച്ചിരിയാണ്. അത് കണ്ടപ്പോൾ ആമി തൻ്റെ ദേഹത്തേക്കൊന്ന് നോക്കി. പേരിന് പറയാൻ പോലും രണ്ടുപേരുടെ ദേഹത്തും തുണിയില്ല. ആമി പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല. കുഞ്ഞാ, എബി അവളെ വിളിച്ചു. പക്ഷേ ആമി മിണ്ടിയില്ല. മറ്റെങ്ങോ നോക്കിക്കിടക്കുകയാണ്. നാണം. അവനെ നോക്കാനാവുന്നില്ല. അറിയാം, തൊട്ടു മുൻപ് വരെ ഇതുപോലെ തന്നെ അവനുമായി കിടന്നതാണ്. അവനിൽ അലിഞ്ഞു ചേർന്നതാണ്. രാത്രി മുഴുവൻ അവൻ തന്നിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. ശരീരം മുഴുവൻ അവൻ്റെ മുഖവും കരങ്ങളും ഓടി നടന്നതാണ്. തന്നിലിനി അവൻ അറിയാത്തതായിട്ടൊന്നുമില്ല. അന്നേരം ഒന്നും തോന്നാത്തൊരു നാണം. അവനെ നോക്കാനാവാത്ത വിധം ഒരു നാണം അവളെ ഇപ്പോൾ പൊതിഞ്ഞുകൂടുന്നു. ആമി അങ്ങനെ അനങ്ങാതെ കിടക്കുന്ന സമയം തന്നെ അവൻ അവളുമായിട്ടൊന്ന് മറിഞ്ഞു. ആമി അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കണ്ണുകൾ ഒന്ന് മിഴിഞ്ഞുപോയി. കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നപ്പോഴേക്കും ആമി അവനടിയിലായിരുന്നു. രണ്ടുപേരും അപ്പോഴും പുതപ്പിൻ കീഴിലായിരുന്നു. ആമി കണ്ണു തുറന്നു. പക്ഷേ അപ്പോഴും കണ്ണുകൾ അവനിൽ ഉറച്ചു നിൽക്കാതെ ചുറ്റും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിവ, ഞാൻ ഇവിടെയാണ്, എന്നെ നോക്ക്, എബി അവളുടെ ചുണ്ടിനരികിൽ വന്നുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ശിവ എന്നുള്ള വിളി തന്നെ അവളിലെ പെണ്ണിനെ തൊട്ടുണർത്താനുള്ളതുപോലെ ഉള്ളതായിരുന്നു. ആമി പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഇത് മുഴുവൻ ഇപ്പം എൻ്റെ സ്വന്താ, എൻ്റെ മാത്രം. പിന്നെന്തിനാ ഈ നാണം? ഞാൻ പറഞ്ഞതല്ലേ, ഈ നാണവും വിക്കലും വിറയലും ഒന്നും നമുക്ക് വേണ്ട. എബി അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുകൊണ്ടൊന്ന് തട്ടി. ആമി അതിനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഇനി നിനക്കിങ്ങനെ കിടക്കാൻ നാണമുണ്ടെങ്കിൽ എന്നെ നോക്ക്, ഞാനും ഇങ്ങനെ തന്നെയല്ലേ കിടക്കുന്നത്. അവനിൽ പെട്ടെന്ന് കുസൃതി നിറഞ്ഞു. ആമി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നോക്കല്ലേടി എന്ന് പറഞ്ഞ് എബി അവളുടെ ചുണ്ടിൽ ഒന്ന് അമർത്തി ചുംബിച്ചു. ഇച്ചായ, നമുക്ക് പോകണ്ടേ? വേണ്ട, ഇന്നിവിടെ തന്നെ. നാളെ പോകാം. ഇന്ന് നിൻ്റെ കൂടെ ഇവിടെ തന്നെ, നിന്നിലലിഞ്ഞ് അങ്ങനെ. അവൻ അവളിലേക്ക് അമർന്നു. അവൾ ഒരു കുറുകലോടെ അവനെ വീണ്ടും ചേർത്ത് പിടിച്ചു. വീണ്ടും സീൽക്കാരങ്ങൾ, നിശ്വാസം, കിതപ്പ്. ആ ദിവസം മുഴുവൻ രണ്ടുപേരും അവിടെ തന്നെയായിരുന്നു. ഫുഡൊക്കെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തു. അവളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അവൻ തൻ്റെ ഉള്ളിൽ അവളെന്ന ഭ്രാന്ത് എന്തോരം ഉണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു. അന്നത്തെ ദിവസം അവിടെ നിന്ന് ക്ഷീണമൊക്കെ തീർത്ത് പിറ്റേ ദിവസം നേരെ കുമിളിയിലേക്ക്. 2 ദിവസം അവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു പോയത്. എങ്കിലും 2 ദിവസം എന്നുള്ളത് 4 ദിവസമാക്കിയാണ് തിരികെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്ന് 4 ദിവസത്തിൽ 1 ദിവസം മാത്രം എബി പറഞ്ഞിരുന്നത് പോലെ സ്പൈസസ് അന്വേഷിച്ചിറങ്ങി. അതിൻ്റെ കാര്യങ്ങളൊക്കെ 1 ദിവസം കൊണ്ട് തന്നെ അവൻ ഒതുക്കി തീർത്തു. പിന്നീടുള്ള 3 ദിവസവും അവൻ ആമിയുടെ കൂടെ തന്നെയായിരുന്നു. ഒത്തിരി സംസാരിച്ചും പ്രണയിച്ചും അവളിലേക്ക് അലിഞ്ഞു ചേർന്നും മതി വരാത്തതുപോലെ രണ്ടുപേരും മത്സരിച്ച് സ്നേഹിച്ചു എന്ന് തന്നെ പറയാം. തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ മുത്തശ്ശി വഴക്ക് പറയുമോ എന്നൊരു ചിന്ത രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം കണ്ടതും ആമിക്കും എബിക്കും സന്തോഷം തന്നെയായിരുന്നു. ദിവസങ്ങൾ വീണ്ടും പതിയെ കടന്നുപോയിക്കൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ആമിക്ക് അടുത്ത സെമസ്റ്റർ എക്സാം ആയിരുന്നു. കഴിഞ്ഞ സെമസ്റ്ററിലെ പോലെ ഈ സെമസ്റ്ററിലൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എബി അവളെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തു. ഒരു ഭർത്താവ് എന്നതിലുപരി ആ സമയങ്ങളിൽ അവൻ അവൾക്ക് ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ എബിയും ആമിയും പരസ്പരം മത്സരിച്ച് പ്രണയിക്കുക തന്നെയായിരുന്നു. ചുറ്റുപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും മാറാതെ നിന്നത് അവർ തമ്മിലുള്ള പ്രണയം മാത്രമായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.